ടി.പി. സെൻകുമാറിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. കോടതിയലക്ഷ്യ കേസ് പരാമർശിക്കാതെ സെൻകുമാറിന്റെ അഭിഭാഷകൻ കേസിൽ നിന്ന് പിന്മാറി. കോടതിയിൽ നിന്ന് പ്രതികൂല പരാമർശം ഭയന്നാണ് അഭിഭാഷകന്റെ പിന്മാറ്റം. ചീഫ് സെക്രട്ടറിയെ എതിർകക്ഷിയാക്കി ടി.പി. സെൻകുമാർ സംസ്ഥാന സർക്കാരിനെതിരെ കോടതിയലക്ഷ്യ ഹർജി നേരത്തെ ഫയൽ ചെയ്തിരുന്നു. ഈ ഹർജി വേഗത്തിൽ പരിഗണിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടുമെന്ന് സെൻകുമാറിന്റെ അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തു. കേസിൽ വിധി പറഞ്ഞ ജസ്റ്റിസ് മദൻ ബി ലോക്കൂറിന്റെ ബെഞ്ചിന് മുമ്പിൽ ഇതിനായി സെൻകുമാറിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദാവെ എത്തി. സംസ്ഥാന സർക്കാരിന് വേണ്ടിയും അഭിഭാഷകർ ഹാജരായിരുന്നു. എന്നാൽ അവസാന നിമിഷം അത്യന്തം നാടകീയമായി കോടതിയലക്ഷ്യ ഹർജി പരാമർശിക്കാതെ സെൻകുമാറിന്റെ അഭിഭാഷകൻ പിന്മാറി. കോടതിയിൽ നിന്നും പ്രതികൂല പരാമർശം ഉണ്ടാകുമെന്നതിനാലാണ് പിന്മാറ്റമെന്ന് സൂചന. 24-ാം തീയതി ഉത്തരവ് വന്ന് 4 ദിവസങ്ങൾക്കുള്ളിലാണ് സെൻകുമാർ സുപ്രീം കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തത്. സർക്കാരിന് വേണ്ടി സർക്കാരിന് നടപടിയെടുക്കാൻ പോലും സമയം നൽകാതെ വേഗത്തിലുള്ള നീക്കം സുപ്രീം കോടതി ചോദ്യം ചെയ്താൽ സെൻകുമാറിന് തിരിച്ചടിയാകും. ഇതാണ് സെൻകുമാറും അഭിഭാഷകരും അവസാന നിമിഷം പിന്മാറാൻ കാരണമായതായി അറിയുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് C.S. കർണന്റെ മാനസിക നില പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവ്. ഇതിനായി മെഡിക്കൽ സംഘത്തെയും നിയോഗിച്ചു. സുപ്രീം കോടതി ജഡ്ജിമാരെ മാനസിക രോഗ പരിശോധന നടത്തണമെന്ന് ജസ്റ്റിസ് കർണൻ തിരിച്ചും ഉത്തരവിറക്കി. ചീഫ് ജസ്റ്റിസ് J.S. കെഹാർ അധ്യക്ഷനായ 7-അംഗ ബെഞ്ചാണ് ജസ്റ്റിസ് C.S. കർണന്റെ മാനസിക നില പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ടത്. പരിശോധനയ്ക്കായി കൊൽക്കത്ത ഗവൺമെന്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം. മെഡിക്കൽ ബോർഡിനെ സഹായിക്കാനായി പോലീസിന്റെ പ്രത്യേക സംഘത്തെ നിയമിക്കണമെന്നും സുപ്രീം കോടതി പശ്ചിമ ബംഗാൾ DGPയോട് നിർദ്ദേശിച്ചു. മെയ് 4-ന് പരിശോധന നടത്തി 8-ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും 7-അംഗ ബെഞ്ച് ഉത്തരവിട്ടു. 2017 ഫെബ്രുവരി 8-ന് ശേഷം ജസ്റ്റിസ് കർണൻ പുറപ്പെടുവിച്ച ഉത്തരവുകളൊന്നും പരിഗണിക്കേണ്ടതില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതി ഉത്തരവ് പുറത്തുവന്നതിന് തൊട്ടുപിന്നാലെ ജസ്റ്റിസ് കർണനും മറ്റൊരു ഉത്തരവിറക്കി. തനിക്കെതിരെ ഉത്തരവിറക്കിയ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 7 ജഡ്ജിമാരെയും എയിംസ് ആശുപത്രിയിൽ മാനസിക രോഗ പരിശോധന നടത്തണമെന്നാണ് ജസ്റ്റിസ് കർണന്റെ ഉത്തരവിലെ നിർദ്ദേശം. ദില്ലി പോലീസ് DGPക്കാണ് നിർദ്ദേശം നൽകിയത്. തന്റെ മാനസിക നില പരിശോധിക്കാൻ വന്നാൽ കൊൽക്കത്ത DGPയെ സസ്പെൻഡ് ചെയ്യുമെന്നും ജസ്റ്റിസ് കർണൻ വ്യക്തമാക്കി. അസാധാരണ നടപടിയിലൂടെ ജസ്റ്റിസ് C.S. കർണനെതിരെ കോടതിയലക്ഷ്യ കേസിൽ സുപ്രീം കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. സിറ്റിംഗ് ജഡ്ജിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ലെന്നും താൻ ഒരു ദളിതനായതിനാലാണ് സുപ്രീം കോടതി ഇങ്ങനെ ചെയ്തതെന്നും ജസ്റ്റിസ് കർണൻ ആരോപിച്ചു. ദളിതർക്കെതിരായ പീഡനം തടയൽ നിയമപ്രകാരം സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ ജസ്റ്റിസ് കർണൻ ഉത്തരവിറക്കുകയും ചെയ്തു. പിന്നീട് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് വിദേശയാത്രാ വിലക്കും വിമാനയാത്രാ വിലക്കും ഏർപ്പെടുത്തി. തന്റെ വീടിനെ കോടതിയായി പരിഗണിച്ചായിരുന്നു ജസ്റ്റിസ് കർണന്റെ ഉത്തരവുകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്ന് ആരും കരുതേണ്ടെന്ന് M.M. മണി. പ്രശ്നങ്ങളുണ്ടെങ്കിൽ മുന്നണിക്കുള്ളിലാണ് തീർക്കേണ്ടതെന്നും M.M. മണി കോട്ടയത്ത് പറഞ്ഞു. തർക്കമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നണിക്കകത്ത് വല്ല തർക്കമുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാവുന്ന പ്രശ്നമാണ്. അതിനകത്തൊന്നും ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല. മുന്നണിയുടെ അന്തസ്സൊക്കെ പാലിക്കേണ്ടതുണ്ട്. ഒരു കാര്യമാണ്, മുഖ്യമന്ത്രിയെ ഇങ്ങനെ കാണുന്നിടത്തെല്ലാം വെച്ച് ഹരാശ ചെയ്യുക, ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ചോദ്യം ചെയ്യും. അതിന്റെ ബാധ്യത ഞങ്ങൾക്കുണ്ട്, ബാധ്യതയുണ്ട്. നാളെ മുതൽ സംസ്ഥാനത്ത് പാചകവാതക വിതരണം നിലയ്ക്കും. പാചകവാതക വിതരണ തൊഴിലാളികൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തും. അഡീഷണൽ ലേബർ കമ്മീഷണറുമായി ട്രക്ക് തൊഴിലാളി യൂണിയൻ നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് തൊഴിലാളികൾ പണിമുടക്കുമായി മുന്നോട്ടു പോകുന്നത്. മെയ് ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെമ്പാടും റാലികളും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിച്ചു. വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന റാലികളിൽ ലക്ഷങ്ങൾ അണിനിരന്നു. ലോക തൊഴിലാളി ദിനത്തിൽ സംസ്ഥാനത്ത് 14 ജില്ലകളിലും റാലികളും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിക്കപ്പെട്ടു. വിവിധ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടന്ന റാലികളിലും പൊതുസമ്മേളനങ്ങളിലും ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പങ്കാളികളായി. തലസ്ഥാന നഗരിയിൽ CITU-വിന്റെയും INTUC-യുടെയും AITUC-യുടെയും നേതൃത്വത്തിൽ റാലികൾ നടന്നു. CITU-വിന്റെ നേതൃത്വത്തിൽ നടന്ന റാലി CITU ജില്ലാ സെക്രട്ടറി V. ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ചേർന്ന സമ്മേളനം സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിൽ നടന്ന പൊതുസമ്മേളനം ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ചിന്നക്കടയിൽ മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ റാലി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ CPM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ റാലി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പാമ്പാടി ആലമ്പള്ളിയിൽ നടന്ന റാലിയിൽ ആയിരങ്ങളാണ് പങ്കാളികളായത്. തുടർന്ന് CMS സ്കൂൾ കോമ്പൗണ്ടിൽ നടന്ന പൊതുസമ്മേളനം CITU അഖിലേന്ത്യാ സെക്രട്ടറി തപൻ സെൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാടും കോഴിക്കോടും കണ്ണൂരും തൃശൂരും മലപ്പുറത്തും കാസർഗോഡും വയനാടും വിവിധ കേന്ദ്രങ്ങളിൽ മെയ്ദിന റാലികൾ സംഘടിപ്പിച്ചു. കണ്ണൂർ നഗരത്തിൽ നടന്ന റാലി CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ന്യൂസ് ബ്യൂറോ,
തിരുവനന്തപുരം. മതനിരപേക്ഷത പറയുന്ന ചില മാധ്യമങ്ങൾ RSS പ്രചാരകരാകുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും കോടിയേരി പറഞ്ഞു. ദേശാഭിമാനി പാലക്കാട് എഡിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശാഭിമാനി ദിനപത്രം ആരംഭിച്ച് 75 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് നെല്ലറയുടെ നാട്ടിൽ നിന്നുള്ള പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. 9ാം എഡിഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പാലക്കാട് ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കോടിയേരി നിർവഹിച്ചു. പാലക്കാട് നിന്ന് അച്ചടിച്ച പത്രത്തിന്റെ ആദ്യ കോപ്പി CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രന് കോടിയേരി കൈമാറി. മതനിരപേക്ഷത പറയുന്ന ചില മാധ്യമങ്ങൾ RSS പ്രചാരകരാകുന്നു എന്ന് കോടിയേരി പറഞ്ഞു. LDF സർക്കാരിനെ അസ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും കോടിയേരി പറഞ്ഞു. RSSന്റെ പ്രത്യയശാസ്ത്രത്തെ പ്രതിരോധിക്കാൻ ഒരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ദേശാഭിമാനി പത്രമാണ്. മറ്റു പത്രങ്ങളെല്ലാം ഈ പ്രശ്നത്തിൽ ശാന്തരാകുകയും മതനിരപേക്ഷത പറയുന്ന ചില മാധ്യമങ്ങൾ തന്നെ RSSന്റെ പ്രചാരകന്മാരായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വരിക്കാരെ ചേർത്തവർക്കുള്ള പുരസ്കാരം മന്ത്രി AK ബാലൻ വിതരണം ചെയ്തു. ചീഫ് എഡിറ്റർ MV ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ മാനേജർ KJ തോമസ്, MP മാരായ MB രാജേഷ്, PK ബിജു, A സമ്പത്ത്, MLA മാരടക്കമുള്ള നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പൂരത്തിലെ പരമ്പരാഗത വെടിക്കെട്ടിന് അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്രം പൂരത്തിന് എതിരല്ലെന്നും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ദില്ലിയിൽ പറഞ്ഞു. നിലവിലെ വിവാദങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. So there is no need for any Puram well-wisher to think that we are obstructing the process. Not at all. The offer to have licenses given for manufacturers of traditional explosives was a unilateral from our side offer. സമയം വൈകുന്നേരത്തോടുകൂടി തൃശൂർ പൂരത്തിന് പരമ്പരാഗത രീതിയിലുള്ള വെടിക്കെട്ടിന് ഉപാധികളോടെ അനുമതി നൽകിയതായി കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗം വ്യക്തമാക്കിയിരിക്കുന്നു. ഡൈനമൈറ്റിന് അനുമതിയില്ല. കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗമാണ് അനുമതി നൽകിയത്. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുന്നു. നെയ്യാറിൽ നിന്നും പമ്പിംഗ് നാളെ തുടങ്ങും. അപ്രായോഗികമെന്ന് വിലയിരുത്തപ്പെട്ട പദ്ധതി ഒറ്റയാഴ്ച കൊണ്ട് പൂർത്തിയാക്കിയാണ് ജലവകുപ്പിലെ ഉദ്യോഗസ്ഥർ കുടിവെള്ള നിയന്ത്രണം ഒഴിവാക്കുന്നത്. പേപ്പാറ ഡാം വറ്റി തുടങ്ങിയതോടെയാണ് നെയ്യാറിൽ നിന്നും നഗരത്തിലേക്ക് വെള്ളമെത്തിക്കുന്നതിനുള്ള നിർദ്ദേശമുയർന്നത്. ആലോചനയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പദ്ധതി അപ്രായോഗികമെന്ന് വിലയിരുത്തപ്പെട്ടു. എന്നാൽ കുടിവെള്ളക്ഷാമത്തിന് മറ്റൊരു പരിഹാരമില്ലെന്ന് ഉറപ്പായതോടെ ജലവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചു. ഒരാഴ്ച കൊണ്ട് പദ്ധതി പൂർത്തിയായി. ഈ കാണുന്ന ഈ ഇറിഗേഷൻ്റെയും ഒരു പ്രയത്ന ഫലമായിട്ടാണ് ഇത് വരുന്നത്. ഇത് കൂടാതെ ഈ കുമ്പിൾമൂട് തോടിലേക്ക് കൊണ്ടുപോകുന്ന ആ അണിയിലക്കടവിലേക്ക് എത്തുന്ന തോട് പൂർണ്ണമായി അങ്ങ് 10 കിലോമീറ്ററോളം, ഏകദേശം ഇവിടെ നിന്ന് 1 കിലോമീറ്റർ, പിന്നെ വലിയ തോട് ഒരു 9 കിലോമീറ്റർ, അങ്ങനെ ഏകദേശം 10 കിലോമീറ്ററോളം അവർ വൃത്തിയാക്കി വീതിയുള്ള സ്ഥലത്ത് ചാക്കടുക്കി സീപ്പേജുള്ള സ്ഥലത്ത് ടാർപ്പാളിനിട്ട് ആ ഒരു രീതിയിൽ അവർ മുന്നോട്ട് നീങ്ങുകയാണ്. കാട്ടിലൂടെ പാതകൾ വെട്ടി കരിങ്കല്ലിട്ട് ടൺ കണക്കിന് ഭാരമുള്ള ഡ്രജറുകൾ നെയ്യാറിലെത്തിച്ചു. വെള്ളമൊഴുകുന്ന തോടുകൾ വൃത്തിയാക്കി. ശ്രമകരമായ ഓപ്പറേഷൻ നെയ്യാർ എന്ന ദൗത്യം ഒറ്റയാഴ്ച കൊണ്ട് പൂർത്തിയാകുന്നു. അൺലോഡിങ് അതിസാഹസികമായിരുന്നു. അത് ക്രെയിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റോഡുകൾ ഉണ്ടാക്കി ക്രെയിൻ അഡീഷണലായിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഞങ്ങളിത് ഇവിടെ ഇറക്കിയത്. വെള്ളത്തിൽ ഇറക്കുന്നത് വരെ ഞങ്ങൾക്കൊരു ഒരു ടെൻഷനായിരുന്നു. വെള്ളത്തിലിറക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ ഞങ്ങൾ വെള്ളത്തിലിറക്കി 5-ാം തീയതി രാത്രി വെള്ളത്തിലിറക്കി 27-ാം തീയതി വൈകിട്ട് ഞങ്ങൾ പമ്പിംഗ് ട്രയൽ എടുത്തു. 28-ാം തീയതി മുതൽ കണ്ടിന്യൂസ് പമ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെയ്യാറിൽ നിന്ന് 100 ദശലക്ഷം ലിറ്റർ വെള്ളം പ്രതിദിനം പമ്പ് ചെയ്യാമെന്നാണ് കണക്കുകൂട്ടൽ. കൊടും ചൂട്, ദുർഘടമായ പാതകൾ, നിശ്ചയദാർഢ്യം കൊണ്ട് ഇതിനെ മറികടക്കുകയാണ് ഒരു കൂട്ടം മനുഷ്യർ. ഒറ്റയാഴ്ച കൊണ്ട് നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം MR സജേഷ്, തിരുവനന്തപുരം. രാജ്യത്തെ ഏറ്റവും അധികം തൊഴിൽ പലായനങ്ങൾ നടക്കുന്ന പശ്ചിമ ബംഗാളിലെ സുന്ദർബനിൽ നിന്നുള്ള 1 ലക്ഷത്തോളം പേരാണ് കേരളത്തിൽ തൊഴിലെടുത്തിരുന്നത്. എന്നാൽ രൂക്ഷമായ ജലക്ഷാമം മൂലം തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞതോടെ ഇവരിലെ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ സുന്ദർബനിലേക്ക് മടങ്ങുകയാണ്. ഇവിടെ കാലാവസ്ഥ വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ മാറ്റവും ഉണ്ടാക്കുന്നത് വലിയ ദുരന്തങ്ങളാണ്.
കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കടൽവെള്ളം കയറിയത് മൂലം സുന്ദർബനിലെ 18,000-ഓളം ഹെക്ടർ ഭൂമി കൃഷിയോഗ്യമല്ലാതായതോടെയാണ് ഈ പ്രദേശം പലായനങ്ങളുടെ നാടായി മാറിയത്. ഇവിടെ പുരുഷന്മാരില്ലാത്ത ഗ്രാമങ്ങളുണ്ട്. കേരളമാണ് പലരുടെയും സ്വർഗം. 2 വർഷം മുമ്പ് ഇവിടെ എത്തിയപ്പോൾ കേട്ടത് കേരളത്തെക്കുറിച്ചുള്ള നല്ല വാക്കുകൾ. কত সময় কাজ করতে উঠা 8 ঘন্টা কত টাকা মিলতে একদিন মে 300 350 400 കടൽവെള്ളം കയറിയത് മൂലം തൊഴിൽ നഷ്ടപ്പെടുന്നതാണ് സുന്ദർബനുകാരെ തൊഴിൽ തേടി കേരളത്തിലെത്തിക്കുന്നതെങ്കിൽ രൂക്ഷമായ ജലക്ഷാമം മൂലം തൊഴിൽ മേഖല സ്തംഭിക്കുന്നതാണ് ഇവരെ തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. കേരളത്തിൽ നിർമ്മാണ മേഖലയിലും കാർഷിക മേഖലയുമായി 1 ലക്ഷത്തോളം സുന്ദർബനുകാർ തൊഴിലെടുക്കുന്നുണ്ട്. ജലക്ഷാമം മൂലം നിർമ്മാണ മേഖലയും കാർഷിക മേഖലയും സ്തംഭിച്ചതോടെ മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളെ പോലെ പല സുന്ദർബനുകാരും തൊഴിൽരഹിതരായി. കിഴക്കൻ ഇന്ത്യയിലേക്കുള്ള ട്രെയിനുകൾക്ക് സമീപം ചെന്നാൽ ജലക്ഷാമം മൂലം കേരളത്തിൽ തൊഴിലില്ലാതെ നാട്ടിലേക്ക് മടങ്ങുന്ന നിരവധി സുന്ദർബനുകാരെ കാണാം. काम कम हो रहा है, पानी थोड़ा कम है, पानी भी कम है गुलाम, इसलिए काम कम है. നാട്ടിലെത്തിയാലും അവിടെ കാര്യമായ തൊഴിലോ കൂലിയോ ഇല്ല. കാലവർഷത്തിന് ശേഷം കേരളം വീണ്ടും സ്വർഗ്ഗഭൂമിയാവുമ്പോൾ മടങ്ങി വരാമെന്ന പ്രതീക്ഷയോടെയാണ്